അന്ന് ഷഫാഅത്തിന് അർഹനായിട്ടുള്ളത്. ആ ഉമ്മത്തിയ എന്ന് പറയുമ്പോൾ ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മുത്തുനബിയുടെ കൈ പിടിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ളതായ സംഭ്രമങ്ങളൊക്കെ കാരണമാകണം. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എല്ലാ നാട്ടിൽ ചെയ്യുന്നതുള്ളത് കൊണ്ട് ചെയ്യുന്നതല്ല, ഇഖ്ലാസോടുകൂടെ ഓരോ പ്രവർത്തനമാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല ഞങ്ങൾ സ്വീകരിക്കട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ നാടിന്റെ വെളിച്ചമാണ് ഈ പള്ളി. അപ്പൊ ഈ പള്ളിയിലേക്ക് എന്നും നമുക്ക് ശ്രദ്ധ വേണം. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നാളെ അർശിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 7 വിഭാഗക്കാർക്ക് അല്ലാഹു തആല തണലിട്ട് കൊടുക്കും, നിഴലിട്ട് കൊടുക്കും. 7 വിഭാഗക്കാർക്ക് അല്ലാഹു തആല തണലിട്ട് കൊടുക്കും. അപ്പൊ ആ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗക്കാരിൽ ഒരാളാണ് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഓരോ കാര്യത്തിലും, ഭരിക്കുന്ന സമയത്തിലും ഓരോ കാര്യത്തിലും അവന്റെ നീതി പുലർത്തണം. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, നല്ല നീതി പുലർത്തുക. അതേപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുക. ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത്, ബാങ്ക് വീട്ടിലുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ബാങ്ക് കേട്ട ഉടനെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് ആ ഒരു നല്ല മനസ്സ്. പള്ളി കാണുമ്പോൾ ഒരു സന്തോഷം, പള്ളിയുടെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉസ്താദുമാർക്ക് ആവശ്യമുണ്ടോ, മദ്രസയുടെ കാര്യത്തിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പള്ളിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗമിക്കണോ, ഇങ്ങനെയുള്ളതായ ചർച്ചകൾ, ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളാണ് ഈ കുറഞ്ഞ